കായംകുളത്തെ കൊലപാതകം ആസൂത്രിതം. അച്ഛനെ കൊന്നതിന് പിന്നിൽ അലമാരയിലെ 7 ലക്ഷവും. യുവാവിന്റെ വെട്ടേറ്റ പിതാവ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കണ്ടല്ലൂർ തെക്ക് കളരിക്കൽ ജംഗ്ഷനിൽ പീടികച്ചിറയിൽ നടരാജനാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. 63 വയസ്സായിരുന്നു. ലഹരി ഉപയോഗവും പെട്ടെന്നുള്ള പ്രകോപനവുമാണ് അഭിഭാഷകനായ മകൻ നവജിത്തിന്റെ ആക്രമണത്തിന് പിന്നിലെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ വിശദമായ അന്വേഷണത്തിൽ സാമ്പത്തിക ലക്ഷ്യം മുൻനിർത്തിയുള്ള ആസൂത്രിത കൊലപാതകത്തിന്റെ സൂചനയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. നടരാജന്റെ മുറിയിലെ അലമാരയിൽ ഏതാണ്ട് 7 ലക്ഷം രൂപയും 50 പവനോളം സ്വർണ്ണാഭരണങ്ങളും ഉണ്ടായിരുന്നു. അത് കൈക്കലാക്കാൻ നവജിത്ത് നടത്തിയ ശ്രമമാണ് കൊലപാതകത്തിലെത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പരിശോധനയിൽ അലമാര തുറക്കാനുള്ള ശ്രമം നടന്നതായുള്ള സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതകത്തിലേക്ക് നയിച്ച മറ്റു കാരണങ്ങൾ കൂടി അന്വേഷണ സംഘം തേടുന്നത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മാതാവ് സിന്ധു അപകടനില തരണം ചെയ്തിട്ടില്ല. 3 ശസ്ത്രക്രിയകൾ കഴിഞ്ഞെങ്കിലും അബോധാവസ്ഥയിൽ തിരുവല്ലയിലെ ആശുപത്രിയിലാണ് സിന്ധു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 8:30യോടെയാണ് കണ്ടല്ലൂരിലെ വീട്ടിൽ ദമ്പതികൾ മകന്റെ ആക്രമണത്തിന് ഇരയായത്. നവജിത്തിനെ തെളിവെടുപ്പിന് വേണ്ടി വെള്ളിയാഴ്ച കനകക്കുന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഇതിനായി ഇന്ന് ഹരിപ്പാട് കോടതിയിൽ അപേക്ഷ നൽകും. നവജിത്തിന്റെ ഭാര്യ നവ്യയെ പ്രസവത്തിനായി ഇന്ന് കൈപ്പട്ടൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. ഭർത്തൃപിതാവ് കൊല്ലപ്പെട്ടതും ഭർത്താവ് അറസ്റ്റിലായതും നവ്യ അറിയിച്ചിരുന്നു. രക്തസമ്മർദ്ദം കൂടിയതിനാൽ നിരീക്ഷണത്തിലാണ്.